ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വൻ തീപിടുത്തം. മഹാകുംഭമേളയിലെ ടെന്റുകൾ സൂക്ഷിച്ചിരുന്ന വെയർഹൌസിലാണ് തീ പടർന്നത്. ആളപായം ഇല്ലെന്നാണ് സൂചന. ഫയർഫോഴ്സ് സംഘം തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ലക്ഷ്മി ബാലചന്ദ്രനാണ് ചേരുന്നത്. തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രയാഗ്രാജിൽ ഈ മഹാകുംഭമേളയുടെ ടെന്റുകൾ സൂക്ഷിച്ചിരുന്ന വെയർഹൌസിനാണ് തീ പിടിച്ചത്. വലിയ തോതിൽ തീയാളി, പക്ഷേ തീ കെടുത്താൻ ഫയർഫോഴ്സിന് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ. വിവരങ്ങളുമായി ഡെസ്കിൽ നിന്ന് ലക്ഷ്മി ബാലചന്ദ്രൻ ചേരുന്നുണ്ട്. ലക്ഷ്മി, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഇപ്പോൾ തീ അണയ്ക്കാൻ കഴിഞ്ഞോ? ഹർഷൻ, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, വളരെ വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഇപ്പോൾ പ്രയാഗ്രാജിൽ ഉണ്ടായിരിക്കുന്നത്. തീ ഇപ്പോഴും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല, അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകരൊക്കെ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായും അത് അണയ്ക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യമാണ് അറിയുന്നത്. ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ വരുന്നതായി അറിയുന്നത്. ഇനിയും അവിടുന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് വളരെ വലിയ രീതിയിലുള്ള സ്വത്ത് വകകളൊക്കെ നഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു വിവരമാണ് അറിയാൻ കഴിയുന്നത്. ഇത് പ്രധാനമായും മഹാകുംഭമേളയിലെ ഉണ്ടായിട്ടുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു ഗോഡൌൺ ആണ്. അവിടുത്തെ ടെന്റുകളും മറ്റ് പല സാധനങ്ങളും, ഈ ഒരു കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സാമഗ്രികളും സൂക്ഷിച്ചിരുന്നുള്ള ഒരു ഗോഡൌൺ ആണ് ഇപ്പോൾ കത്തിയിരിക്കുന്നത്. ഈ മുള, വസ്ത്രങ്ങൾ, ടാർപോളിൻ തുടങ്ങിയ പല സാധനങ്ങളും അതിനകത്ത് ഉള്ളതുകൊണ്ട് കൂടി തന്നെ വളരെ പെട്ടെന്നാണ് തീ പടർന്ന് വ്യാപിച്ചിട്ടുള്ളത്. ഇതുവരെയും അണക്കാൻ സാധിച്ചിട്ടില്ല. അല്പസമയം മുൻപാണ് ഇപ്പോൾ ഇങ്ങനൊരു തീപിടുത്ത വാർത്ത വന്നിട്ടുള്ളത്. അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹർഷൻ, റൈറ്റ്. ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്. വെയർഹൌസിൽ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് ലക്ഷ്മി ബാലചന്ദ്രൻ റിപ്പോർട്ട് ചെയ്തത്.